തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. ആദ്യം അത്തരത്തിലൊരു പ്രശ്നമില്ല, അതൊരു പൊളിറ്റിക്കലി കറക്റ്റാണ് എന്നൊരു നിലപാടായിരുന്നല്ലോ ആദ്യം നിങ്ങളൊക്കെ എടുത്തത്. അതെ, ഞങ്ങളുടെ നിയമപരമായിട്ടുള്ള ധാരണ. ഇതൊരു വാർത്ത വന്നപ്പോൾ തന്നെ ഞാനതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് പഠിച്ചു. ഇതിനെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിന് യോഗ്യതയോ അയോഗ്യതയോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അയോഗ്യതയുണ്ടോ ബന്ധുക്കളാകുന്നതിന്? ഇപ്പോൾ സഹകരണത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ അയോഗ്യതയുണ്ട്. അപ്പോൾ അയോഗ്യതയൊന്നുമില്ല. പിന്നെ പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ ബെന്നി തോമസിനെ കുറിച്ച് നിങ്ങൾ വേണമെങ്കിൽ വിളിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്. അവിടെ പോയി അന്വേഷിക്കണം. എന്നോട് സഹപ്രവർത്തകരെല്ലാവരും, കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും ആവശ്യപ്പെട്ടു. അതിന് രാഷ്ട്രീയം പോലും ഇല്ല. പലരും എന്നോട് ആവശ്യപ്പെട്ടു ബെന്നി തോമസ് തുടരണമെന്ന് ആവശ്യപ്പെട്ടു. ആ നിലപാടായിരുന്നു ഞാനും സ്വീകരിച്ചത്. KPCC യോഗത്തിലും ഒരു ചെറിയ പരാമർശനം ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വ്യക്തി തന്നെ അത് തിരുത്തി പറഞ്ഞു. വേറെ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. എങ്കിൽ പോലും വിവാദം തുടരുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം വിജയിക്കാനും ഗുണം ചെയ്യില്ല. ഇത്രയൊരു വിവാദത്തിൽ വന്നയാൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല നിർവഹിച്ച് പോകുന്നത് എനിക്ക് സത്യത്തിൽ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രധാനപ്പെട്ട ചില വകുപ്പുകളുണ്ട്. വൈദ്യുതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമുള്ളൊരു വകുപ്പാണ്. അതുപോലെ തന്നെ പരിസ്ഥിതിയും പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ളൊരു വകുപ്പാണ്. അപ്പോൾ എന്നെ സഹായിക്കാൻ വിശ്വസ്തതയുള്ള കൂറുള്ള സാമാന്യനിക്ക് അറിയാവുന്ന ഇവിടുത്തെ ജനങ്ങളുമായിട്ടും കൂടെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അതൊരു വാർത്തയും വിവാദമായിട്ട് വന്നപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അദ്ദേഹം തന്നെ മുൻകൈ എടുത്തു. ബെന്നി ആരെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഉളിക്കലിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കണം. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണോ ഇങ്ങനെ ഒരു രാജിയിലേക്ക് നയിച്ചത്? മുഖ്യമന്ത്രിയുടെ ആവശ്യമാണോ ഇങ്ങനെ? അല്ല, നിയമപരമായിട്ടൊരു തടസ്സമില്ലെങ്കിൽ അങ്ങനെ ഒരു യോഗ്യനായ ഒരാളെ നീക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അളിയനെ നിയമിച്ചു എന്നത് ഒരു പ്രശ്നമാവുകയും ബെന്നി ജോസഫ് അദ്ദേഹം പിന്നീട് രാജിവെച്ച് ഒഴിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ആ നിയമനത്തിൽ, ബന്ധു നിയമനത്തിൽ ആ നിലയ്ക്കായിരുന്നില്ല. അദ്ദേഹം മികച്ച ഒരു അദ്ദേഹം ഉദ്ദേശിച്ച ആ പോസ്റ്റിലേക്ക് മികവ് തെളിയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇതിപ്പോൾ